ഞങ്ങളെ നിനക്ക് അത്രയ്ക്ക് അറപ്പാണെങ്കിലേ എടാ എന്റെ മോളെ ഇങ്ങോട്ട് ഇറക്കി വിടറാ. എന്റെ മോളെ ഇവിടെ തടവറയിലിട്ട് നീയും ഭാവനയും കൂടെ കുഞ്ഞിനെ പ്രസവിപ്പിക്കുന്ന നീ കരുതണ്ട. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. സാറേ നോക്കി നിൽക്കാതെ പറഞ്ഞു കൊടുക്ക് സാറേ. നിങ്ങളോട് ഞാൻ പറഞ്ഞു ആവശ്യമില്ലാതെ സംസാരിക്കരുതെന്ന്. ആവശ്യമില്ലാതെ അലമ്പാക്കിയ നിങ്ങൾക്കെതിരെ നടപടി എടുക്കേണ്ടി വരും. സൂര്യ, ഇവരുടെ മകൾ ഇവിടെ ഉണ്ടോ? അവരെ നിങ്ങളിവിടെ ബലമായി തടഞ്ഞു വെച്ചിരിക്കുകയാണോ? ഉറപ്പായിട്ടും എന്റെ മോളെ ഇവര് തടഞ്ഞു വെച്ചിരിക്കുക സാർ. സാർ അകത്തോട്ട് കയറി നോക്കണം. എന്റെ മോളെ ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നത് സത്യം പുറത്തു പറഞ്ഞാലോ എന്നുള്ള ഭയം കാരണമാ. അവളെ മോചിപ്പിക്കാൻ സാർ ഞങ്ങളെ സഹായിക്കണം. ഇവരുടെ ആഗ്രഹം നിറവേറ്റാൻ ഞങ്ങളുടെ മോളെ കരുവാക്കുക. ഞങ്ങളുടെ മോളെ താലിഭാഗ്യം അറുത്തു മാറ്റിയുള്ള ഈ ഭാവന. സാറ്, ഞങ്ങളുടെ മോൾ ഇവരുടെ കസ്റ്റഡിയില. അവളെ അനധികൃതമായിട്ട് പൂട്ടിയിട്ടിരിക്കുക എന്ന് ആര് പറഞ്ഞു? മോളെ വാ. ആ കുട്ടിക്ക് വിട്, മാറിക്ക്. സർ, എന്നെ ആരും തടവിലാക്കിയിട്ടുമില്ല, എന്നെ ആരും പിടിച്ചു വെച്ചിട്ടുമില്ല. ഞാൻ പൂർണ്ണ സ്വതന്ത്രയാണ്. അയ്യോ, സർ, ഇവര് പറയുന്ന മാനസം ഞാനാണ്. ഇവരെന്റെ അച്ഛനും അമ്മയാ. പക്ഷേ ഇവര് പറയുന്നതൊന്നും സത്യമല്ല. അപ്പൊ സത്യം എന്താണെന്ന് കുട്ടി പറയും. ആരെയും ഭയപ്പെടണ്ട. മോളെ, നീ ഞങ്ങളെ തള്ളി പറഞ്ഞു. പക്ഷേ സത്യം എന്താണെന്ന് പുറം ലോകം അറിയണം. സാറേ ഇങ്ങോട്ട് വന്നേ. എടി, ഇവര് പറയുന്ന പോലെ പ്രവർത്തിച്ച് നീ നിന്റെ ഭാവി കുട്ടിച്ചോറാക്കരുത്. ഇവര് കാര്യം കാണാൻ വേണ്ടിയാ നിന്നെ ഉപയോഗിക്കുന്നത്. നിയമപരമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെ നീ അബദ്ധങ്ങളൊന്നും ചെയ്യരുത്. വിവാഹം കഴിയാതെ പ്രസവിച്ചാല് നിന്റെ കുഞ്ഞ് തന്തയില്ലാതെ വളരും. ഇവര് നിന്റെ ജീവിതം വെച്ചാ കളിക്കുന്നത്. ഇങ്ങോട്ട് വന്നേ. നീ സത്യങ്ങളെല്ലാം സാറിനോട് പറ. നിന്റെ പരാതി പരിഹരിക്കാനാണ് ഞങ്ങൾ വന്നത്. എനിക്ക് പരാതി ഉണ്ടെന്ന് അച്ഛനോടാരാ പറഞ്ഞത്? എടി, എന്തുവാടി നമ്മുടെ മോള് പറയുന്നു? അച്ഛനും അമ്മയും വെറുതെ ആവശ്യമില്ലാതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. എനിക്ക് ഒരു പരാതിയും ഇല്ല. ഞാൻ പൂർണ്ണ സ്വതന്ത്രയാണ്. എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്നത്. എന്താ ചെയ്യാ? നിങ്ങളുടെ മകള് പറയുന്ന വിശ്വസിക്കണോ, അതോ നിങ്ങൾ പറയുന്ന വിശ്വസിക്കണോ? മാനസിക പരാതിയൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അയ്യോ സാറേ, ഞങ്ങള് പറയുന്നതാ സത്യം. വിവാഹം പോലും കഴിക്കാത്ത ഇവള് ഇപ്പൊ ഗർഭിണിയാ. അതിനുത്തരവാദി ആരാന്ന് ഇവള് തന്നെ പറയണം. ഇത്രയും നാളും വളർത്തി വലുതാക്കിയ ഞങ്ങൾക്കതിന് അവകാശമില്ലേ? മോളെ, ഇതിനെല്ലാം കാരണക്കാരി ഇവളാ, ഈ ജയനിർമ്മല. എടീ, നീ ഒരു കാലത്ത് ഗുണം പിടിക്കത്തില്ലടി. നിന്റെ അഭ്യാസവും കുതന്ത്രവും ഒക്കെ അടുത്ത് നിന്ന് കണ്ടവനാടി ഈ ഞാൻ.
നീ ഏതൊക്കെ വിധേനയാണ് ഭാവനയെ ദ്രോഹിക്കാൻ നോക്കിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവടി. മോളെ, ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നീ ഞങ്ങളെ കൈവിടരുത്. ഇതിന് നീ കൂട്ടു നിൽക്കരുത്. നിന്നെ ഇവര് ചതിക്കുവടി. ഈ ജയനിർമ്മല എന്തെല്ലാം ചതികളാണ് ചെയ്തിട്ടുള്ളതെന്ന് നിനക്കറിയാവല്ലോ. എല്ലാം അറിഞ്ഞുകൊണ്ടും സ്വയം ബോധത്തോടെയുമാണ് ഞാൻ സംസാരിക്കുന്നത്. സർ, എനിക്ക് ഒരു പരാതിയും ഇല്ല. ഇങ്ങോട്ട് മാറിയേ. സാറേ, ഇവള് പറയുന്നത് എല്ലാം കള്ളവാ. ഞങ്ങളോടുള്ള ദേഷ്യത്തിന് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. സാറേ, ഇവരോട് ഇവൾ എങ്ങനെയാണ് ഗർഭിണിയായെന്ന് പറയാൻ പറ സാറേ. ആരാ ഇവളുടെ ഗർഭത്തിന് ഉത്തരവാദി? പറ പറ, ആരാ? മച്ചമ്പിയുടെ മോനാന്ന് പറ മച്ചമ്പി. അല്ല, ചോദിക്ക സാറേ, ആരാന്ന്? അല്ല, പറയാൻ പറ സാറേ. അച്ഛാ, ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ അപമാനിക്കരുത്. അച്ഛനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന്റെ ദേഷ്യം ഇങ്ങനെയല്ല തീർക്കേണ്ടത്. എടി, നിന്റെ ഓരോ കൊള്ളരുതാമയ്ക്ക് കൂട്ടു നിൽക്കുന്ന ഞങ്ങളോടാണോ നീ ഈ പറയുന്നത്? നീ എങ്ങനെയാ ഗർഭിണിയായത് അത് പറ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അച്ഛനെ എന്തിനാ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയേ? അമ്മ ആദ്യം SI സാറിനോട് ഇത് പറ, എന്നിട്ട് ഞാൻ പറയാം എന്റെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന്. താനങ്ങോട്ട് മാറിയുന്നേ. ഭാവന, ഇങ്ങ് വരൂ. എന്താ ഭാവന, ഇവരെന്തിനാ പുറത്താക്കിയത്? സർ, ഒരാൾക്കും പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ഇവര് ചെയ്തത്. എന്റെ നാവിൽ നിന്നും അത് പറയാൻ എനിക്ക് കഴിയില്ല സർ. ഞാൻ പറയാം സർ. ഗർഭിണിയായിരുന്ന ഭാവനയെ അപായപ്പെടുത്തിയത് എന്റെ അച്ഛനും അമ്മയും ചേർന്ന. ഇവര് ചെയ്ത മഹാപാതകത്തിൽ ഭാവനയ്ക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം കുഞ്ഞിനെയാ.